ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ൽ ചാപ്റ്റർ 1 അരിത്തമാറ്റിക് സീക്വൻസിൽ പേജ് നമ്പർ 28-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് 5th ക്വസ്റ്റ്യൻ ആണ്. Write the first term of each of the arithmetic sequence described below. First term 30, the sum of first 3 terms is 300. Second question, first term 30, the sum of first 4 terms is 300. Third question, first term 30, the sum of first 5 terms is 300. Fourth question, first term 30, the sum of first 6 terms is 300. ഈ തന്നിരിക്കുന്ന ഹിൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് 3 ടേംസ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേം 30, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈസ് 300 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ എന്തുവാണ് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസിന്റെ സം എന്ന് പറയുന്നത് 3 ടൈംസ് ദ മിഡിൽ ടേം അല്ലേ. ഇപ്പോൾ 5, 10, 15 ഇതിൻ്റെ സം എത്രയാണ് 30 വരും. ഈ 30 എന്ന് പറയുന്നത് 3 ടൈംസ് ദ മിഡിൽ ടേം. മിഡിൽ ടേം ഇതിലേതാണ് 3 × 10 വിച്ച് ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കറിയാം ഇവിടുത്തെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് ടേംസ് ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 30, മിഡിൽ ടേം ഇൻറ്റു 3 ഈക്വൽ ടു സം ഓഫ് 3 ടേംസ്. മിഡിൽ ടേമും 3യും കൂടെ മൾട്ടിപ്ലൈയും കിട്ടുന്നതായിരിക്കും സം ഓഫ് 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മിഡിൽ ടേം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു 3 ഈക്വൽ ടു സം ഓഫ് 3 ടേംസിൻ്റെ സം എത്രയും തന്നിട്ടുണ്ട് 300 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 300. ദെൻ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 300/3. അപ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു 3 ആണ് സം ഓഫ് 3 ടേംസിൻ്റെ സം. ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ മിഡിൽ ടേം എത്രയെന്ന് കിട്ടും? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 300/3 വിച്ച് ഇസ് ഈക്വൽ ടു 100. അപ്പോൾ മിഡിൽ ടേം നമുക്ക് 100 എന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി ഏതൊക്കെ അറിയാം? ഫസ്റ്റ് ടേം 30 എന്ന് അറിയാം. അതുപോലെ മിഡിൽ ടേം മീൻസ് 3 ടേംസ് ഉള്ളതിൽ മിഡിൽ ടേം സെക്കൻഡ് ടേം ആണല്ലോ. സെക്കൻഡ് ടേം 100 എന്നറിയാം. ഇനി കാണേണ്ടത് എത്രാമത്തെ തേർഡ് ടേം ആണ്. ഫസ്റ്റ് 3 ടേംസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. തേർഡ് ടേം ഫൈൻഡ് ചെയ്യണം. തേർഡ് ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്താൽ മതിയല്ലോ. ഇതെല്ലാം AP-യിലുള്ള സീക്വൻസ് ആണെന്ന് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലെന്തോന്ന് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കേസിലും അരിത്തമാറ്റിക് സീക്വൻസ് വന്നോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് സെയിം ആയോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ അരിത്തമാറ്റിക് സീക്വൻസിലാണ് ഈ സീക്വൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എടുത്താൽ ഉടനെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 100 മൈനസ് 30 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 30 നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 30, 100, 100നോടൊപ്പം വീണ്ടും 70 ആഡ് ചെയ്താൽ നമുക്ക് എന്തോന്ന് കിട്ടും? തേർഡ് ടേം കിട്ടും. ദാറ്റ് ഈസ് 170. 100 + 70 വിച്ച് ഇസ് ഈക്വൽ ടു 170. x3 ആണ് കണ്ടുപിടിച്ചത് 170 എന്നുള്ളത്. അപ്പം ആദ്യം കിട്ടിയത് x2 ആണ്. മിഡിൽ ടേം മീൻസ് x2 കിട്ടിക്കഴിഞ്ഞു. x2 എത്രയാണ് കിട്ടിയത്? 100. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ x2 കാൽക്കുലേറ്റ് ചെയ്തു, x3 കാൽക്കുലേറ്റ് ചെയ്തു. x3 ഈസ് ഈക്വൽ ടു 170 ആൻഡ് x2 ഈസ് ഈക്വൽ ടു 100. ഇതാണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ്. മനസ്സിലായല്ലോ? അങ്ങനെ 5th ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. ഇത് നമുക്ക് A പ്ലസ് ഫസ്റ്റ് ടേമിന് A എന്നും സെക്കൻഡ് ടേമിന് A+D എന്നും തേർഡ് ടേമിന് A+2D എന്നും എടുത്ത് ചെയ്താലും ആൻസർ കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് 4 ടേംസിൻ്റെ സം x1, x2, x3, x4
4 ടേംസിൻ്റെ സം 300 എന്ന് തന്നിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും? ഈ ടോട്ടൽ സമ്മിനെ 2 ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ്? x1ഉം x4ഉമായിട്ട് ഒരു ഗ്രൂപ്പ്, അതുപോലെ x2ഉം x3യുമായിട്ട് ഒരു ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പും തമ്മിൽ ആഡ് ചെയ്യുന്നത് കിട്ടുന്നതായിരിക്കും 300 എന്ന് പറഞ്ഞാൽ. 2 ഗ്രൂപ്പും സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? x1ഉം x4ഉമായിട്ട് ഒരു ഗ്രൂപ്പ്, അതുപോലെ x2ഉം x3യുമായിട്ട് ഒരു ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x1ഉം x4ഉമായിട്ട് ആഡ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് എന്തോന്ന് ചെയ്താൽ മതി? കാരണം 300 ടോട്ടലായിട്ട് 300നെ 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് x1ഉം x4ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രൂപ്പും, മറ്റൊന്ന് x2ഉം x3യും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രൂപ്പും. ഈ 2 ഗ്രൂപ്പിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇവിടെ കിട്ടുന്ന വാല്യൂ ഇവിടെ കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. 5, 10, 15 ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു ഇൻട്രൊഡക്ഷനിൽ. 5, 10, 15, 20 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ 20യും 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും. അതുപോലെ 10ഉം 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? 25 + 25 ആയിരിക്കും ഈ 4 നമ്പേഴ്സിൻ്റെയും സം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ 4 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 300 എന്ന് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് വൈസ് എടുക്കുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടേമിനെയും ഓരോ വേരിയബിൾ, നേരത്തെ ഞാൻ ചെയ്തതുപോലെ x - dx + x + dx, x + 2d അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യാം. എന്നാൽ വേരിയബിൾ എന്താണ് അരിത്തമെറ്റിക് ടേംസിനെ അല്ല, അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിനെ അല്ല വേരിയബിളിൽ അസ്യൂം ചെയ്തെടുത്തും ചെയ്യാം. അതല്ലെങ്കിൽ ഈ 4 ടേംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് വൈസ് എടുക്കുന്നതാണ് എളുപ്പം. x1ഉം x4ഉമായിട്ട് ഒരു ഗ്രൂപ്പ്, അതുപോലെ x2ഉം x3യുമായിട്ട് ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പും എന്തോന്നായിരിക്കും? സം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 300 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ വാല്യൂ കാണാൻ ഈ 2 ഗ്രൂപ്പ്സ് സം ചെയ്താലേ 300 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. എന്ന് പറഞ്ഞാൽ x1ഉം x4ഉമായിട്ടുള്ള ഗ്രൂപ്പ്, x1 + x4 = എത്രയാണ്? 300 / 2 = 150 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? x1ഉം x4ഉം. അതുപോലെ x2ഉം x3യും കാണാനും എന്തോന്ന് തന്നെ ആയിരിക്കും? ഇവിടെ 150 വരും, ഇവിടെ 150 വരും. എങ്കിലേ 300 കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ മിഡിൽ ടേം 2 ഒരുമിച്ചെടുക്കുക, എൻഡ് ടേമിലുള്ള 2 ഒരുമിച്ചെടുക്കുക. അങ്ങനെ എടുക്കുന്ന സീക്വൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x1ഉം x4ഉം നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 150 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം, x1 മീൻസ് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം നമുക്ക് എത്രയെന്ന് അറിയാം? x1 + x4 = 150. x1 മീൻസ് ഫസ്റ്റ് ടേം അറിയാലോ, x4 മീൻസ് ഫോർത്ത് ടേം, ഫസ്റ്റ് പൊസിഷനിൽ ലൈ ചെയ്യുന്നത്. x4 മീൻസ് ഫോർത്ത് പൊസിഷനിൽ ലൈ ചെയ്യുന്നത്, ഫോർത്ത് ടേം. അപ്പോൾ x1 + x4 = 150. ദെൻ x1 എത്രയും തന്നിട്ടുണ്ട്? 30. 30 + x4 = 150. Then x4 = 150 - 30 = x4 എത്രയെന്ന് കിട്ടി? 150 - 30 120 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x4ന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് 4 സീക്വൻസ് ആയിട്ട് എഴുതിയ x1, x2, x3, x4. അതിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം 30 എന്നും, അതുപോലെ ഫോർത്ത് ടേം നമുക്കറിയാം 120 എന്നും. ഇനി എന്തോന്ന് ഫൈൻഡ് ചെയ്യണം? നമുക്ക് 4 ടേംസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 30യും 120യും അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാമല്ലോ. എന്താണ്? ടേം ഡിഫറൻസ് / പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് D = ടേം ഡിഫറൻസ് / പൊസിഷൻ ഡിഫറൻസ്. Term difference means x4 - x1. x4 - x1 / 4. x4 - x1 എന്നാണ് കൊടുക്കുകയാണെങ്കിൽ 4 - 1 എന്ന് കൊടുക്കണം. അതല്ല x1 - x4 ആണ് കൊടുക്കുകയാണെങ്കിൽ എന്തോന്നാണ്? 1 - 4 എന്ന് കൊടുക്കണം. x4 - x1. x4 എത്രയാണ്? 120. 120 മൈനസ് x1 എത്രയാണ്? 30 / 4 - 1. 4 - 1 എത്രയാണ്? 3. That is 90 / 3. = എത്ര കിട്ടും? 30 എന്ന് ആൻസർ കിട്ടും. 90 / 3 = 30. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? x1 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. അതുപോലെ x2 എങ്ങനെ ഫൈൻഡ് ചെയ്താൽ മതി? റൈറ്റ് സൈഡിലോട്ടുള്ള നമ്പർ ഫൈൻഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസിന് ആ പെർട്ടിക്കുലർ ടേമുമായിട്ട് ആഡ് ചെയ്താൽ മതി. x1നോടൊപ്പം 30 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും? x2 കിട്ടും. ദാറ്റ് ഈസ് 60.
അതുപോലെ x3 കിട്ടാനായിട്ട് 60യോടൊപ്പം വീണ്ടും കോമൺ ഡിഫറൻസ് ആയ ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത് d ആണ്. d is equal to 30. 60യോടൊപ്പം വീണ്ടും 30 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 എന്ന് കിട്ടും. x4 ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 120. ഇനി കറക്റ്റ് ആയല്ലോ. 30 + 30 60 ആയി, 60 + 30 90 ആയി, 90 + 30 120 ആയി. ഇതാണ് ഈ ഫോർത്ത് എന്ന് പറഞ്ഞാൽ സം 300 ആയിട്ട് വരുന്നതും ഫസ്റ്റ് ടേം 30 ആയിട്ട് വരുന്നതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. മനസ്സിലായിട്ടില്ല? ഇങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. ആദ്യത്തെ 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 300 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാലോ എന്തുവാണ് 5 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 5 ടൈംസ് ദ മിഡിൽ ടേം അല്ലേ. ഇപ്പൊ 5, 10, 15, 20, 25 ഇങ്ങനെ 5 ടേംസ്. ഈ 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 5 ടൈംസ് മിഡിൽ ടേമിന് സെയിം ആയിരിക്കും. 5 × 10 എത്ര വരും? 15 വരും. 15 + 50 30, 30 + 20 50, 50 + 25 75. ഇതായിരിക്കും 15 മിഡിൽ ടേം. ഇതിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മിഡിലിൽ വരുന്ന നമ്പർ, ദാറ്റ് ഈസ് 15. 15 × 5 വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 75 ആണല്ലോ. അപ്പോൾ സം ഓഫ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 5 ടൈംസ് ദ മിഡിൽ ടേം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സം ഓഫ് എന്തോന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് x1 തന്നിട്ടുണ്ട് 30 എന്ന്. അതുപോലെ സം ഓഫ് 5 ടേംസും തന്നിട്ടുണ്ട് 300. സം ഓഫ് 5 ടേംസ് is equal to 300. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? മിഡിൽ ടേം is equal to മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? x1, x2, x3, x4, x5 അല്ലേ. ഇപ്പോൾ ഏതാണ് മിഡിൽ ടേം? x3 ആണ് മിഡിൽ ടേം. ദാറ്റ് ഈസ് x3 is equal to 300. നമുക്കിപ്പോൾ മിഡിൽ ടേം കാണാനായിട്ട് സം ഓഫ് ടേംസിന്റെ സം ഓഫ് 5 ടേംസും അതുപോലെ മിഡിൽ ടേം × 5 ചെയ്യുന്നത് സെയിം ആയിരിക്കും. That is middle term is equal to middle term x3 × 5 is equal to 300. മിഡിൽ ടേമിനോടൊപ്പം 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. മിഡിൽ ടേം × 5 is equal to എത്രയെന്ന് കിട്ടി? 300 എന്ന് കിട്ടി. ദാറ്റ് ഈസ് x3 × 5 is equal to 300. x3 × 5 is equal to 300. Then x3 is equal to എന്ത് ചെയ്യണം? 300. ഈ ഇൻറ്റൂലുള്ള 5 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്നൊന്നായി മാറും, ഡിവിഷൻ ആവും. 300/5 which is equal to എത്രയെന്ന് കിട്ടി? 60 എന്ന് കിട്ടി. നമുക്ക് തേർഡ് ടേം 60 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാലോ ഏതൊക്കെയാണ്? x1, x2, x3, x4, x5. ഇതിൽ ഫസ്റ്റ് ടേം അറിയാം, 13 ഗിവൺ ആണ്, തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ. അതുപോലെ തേർഡ് ടേം നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 60 എന്ന്. ഇനി എങ്ങനെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ഏതാണ്? നമുക്ക് അറിയാവുന്ന നമ്പർ x3 ലൈ ചെയ്യുന്ന നമ്പർ അറിയാം, x1 പൊസിഷനിൽ ലൈ ചെയ്യുന്ന നമ്പർ അറിയാം. x3 പൊസിഷനിൽ ലൈ ചെയ്യുന്നത് ഏതാണ്? 60. അതുപോലെ x1 പൊസിഷനിൽ ലൈ ചെയ്യുന്നതോ 30. 60 - 30 ഡിവൈഡഡ് ബൈ d ഈസ് ഈക്വൽ ടു x3 - x1 by 3 - 1 അല്ലേ. ഏത് പൊസിഷനാണോ അത് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3 - 1. 60 - 30 എത്ര വരും? 30. 3 - 1 എത്രയാണ്? 2 which is equal to എത്ര കിട്ടി? 15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് d എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. അപ്പോൾ d is equal to 15. അപ്പോൾ ഇനി ബാക്കി നമ്പേഴ്സ് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ തൊട്ട് പ്രീവിയസ് നമ്പറിനോടൊപ്പം എന്തോന്ന് ചെയ്താൽ മതി? നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് 30 + 15 എടുക്കുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. അതുപോലെ 60യോടൊപ്പം 15 ആഡ് ചെയ്യുമ്പോൾ 75 കിട്ടും. പിന്നെ 75നോടൊപ്പം 15 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കാരണം സം ചെയ്ത് നോക്കുമ്പോഴും കറക്റ്റ് ആയിരിക്കും. 30 + 45 + 60 + 75 + 90 നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 300 തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 5 ടൈംസ് ദ മിഡിൽ ടേം ആയിട്ട് എടുത്തിട്ട് മിഡിൽ ടേം ഫൈൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് വാല്യൂ ആയിട്ട് കിട്ടും. പിന്നെ അതിൽ എന്തോന്ന് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടേമോ 2 ടേം തന്നെ നമുക്കുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി 5th ക്വസ്റ്റ്യൻ ചെയ്യും.
ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 300. പെയറായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പറിലെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് എളുപ്പം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതാം. ഏത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് x1 തന്നിട്ടുണ്ട്. എത്രയെന്ന്? 13 തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള സം ഓഫ് 6 ടേംസ് 300. ഇനി എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്താൽ മതി, കാരണം പെയറായിട്ടാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? x1, x2, x3, x4, x5, x6. ഇപ്പം എത്ര ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും? x1ഉം x6ഉം ആയിട്ട്, നെക്സ്റ്റ് x2ഉം x5ഉമായിട്ട്, പിന്നെ x3യും x4ഉമായിട്ട്. നമുക്ക് x1 അറിയാവുന്നത് കൊണ്ട് ഈ പർട്ടിക്കുലർ 300നെ എത്ര 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1, 2, 3 അല്ലേ? 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഈ 300നെ 3 പെയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ 3 പെയേഴ്സും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ 3 പെയേഴ്സും കൂടെയുള്ള സമ്മാണ് നമുക്ക് 300 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 300 ഡിവൈഡഡ് ബൈ 3. കാരണം ഈ 300നെ 3 പെയേഴ്സ് 3 ഗ്രൂപ്പ്സ് ആക്കി ഉള്ള വാല്യൂസിന്റെ സമ്മാണ് 300 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പം ഇതിനെ 3 പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇത് ഫസ്റ്റ് പെയർ, ഇത് സെക്കൻഡ് പെയർ, ഇത് തേർഡ് പെയർ. അപ്പോൾ ഈ പെയർ നോക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന നമ്പർ ഏതാണ്? ഫസ്റ്റ് ടേം അറിയാം, 30. അപ്പോൾ ഫസ്റ്റ് ടേമും 6th ടേമുമായിട്ട് വരുന്ന ഗ്രൂപ്പ് വേണം ചെക്ക് ചെയ്യാൻ. എങ്കിലേ നമുക്ക് അതിൽ നിന്ന് 6th ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അല്ലാതെ സെക്കൻഡും 5th ആയിട്ടുള്ള ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡും അറിയില്ല, 5th അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ആൻസർ കിട്ടൂല. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, 6th ടേം മാത്രമേ ഫൈൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6th ടേമിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ എങ്ങനെ എടുക്കാം? x1 പ്ലസ് x6 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം is equal to എത്രയായിരിക്കും? 300നെ 3 ഗ്രൂപ്പ്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 300 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം എത്രയെന്ന് കിട്ടി? ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം x6 ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം എത്രയെന്ന് അറിയാം? നമുക്ക് 30 എന്ന് അറിയാം. ദാറ്റ് ഈസ് 30 പ്ലസ് x6 ഇസ് ഈക്വൽ ടു 100. Then x6 is equal to 100 minus 30 which is equal to എത്രയാണ് കിട്ടിയത്? 70 എന്ന് കിട്ടി. അപ്പോൾ x6ന്റെ വാല്യൂ എത്ര കിട്ടി? 70 കിട്ടി. ഇനി നമുക്ക് എളുപ്പമല്ലേ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ദാറ്റ് ഈസ് d is equal to ഫസ്റ്റ് ടേം അറിയാം, x1 is equal to എത്രയെന്ന് തന്നിട്ടുണ്ട്? 30. അതുപോലെ x6 എന്ന് പറയുന്നത് നമുക്ക് 70 എന്ന് കിട്ടി. Then d is equal to x6 minus x1 ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അറിയാവുന്ന 2 ടേംസുമായിട്ടുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഏതാണ്? x6 6th പൊസിഷനിലാണ്, x1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. ദാറ്റ് ഈസ് 6 minus 1. ദെൻ എത്രയാണ് നമുക്ക് x6 എത്ര കിട്ടി? 70. 70 മൈനസ് x1 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 6 minus 1 of 5. 70 minus 30 40 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 8 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 8 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോ ടേമും നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം x1 അറിയാം, x2 അറിയില്ല, x3 അറിയില്ല, x4 അറിയില്ല, x5 അറിയില്ല, x6 അറിയാം. ഫസ്റ്റ് 3 ടേംസേ ചോദിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ്? x6 എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു 70 എന്ന്. അപ്പോൾ x1 30 എന്നറിയാം, x2 അതുപോലെ x6 എത്രയെന്ന് അറിയാം? x6 ഫൈൻഡ് ചെയ്തല്ലോ, എത്രയാണ്? 70. 30യോടൊപ്പം 8 ആഡ് ചെയ്യുമ്പം എന്തോന്ന് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ദാറ്റ് ഈസ് 30 പ്ലസ് 8. സെക്കൻഡ് ടേം 30 പ്ലസ് 8 തേർഡ് ടേം. അപ്പോൾ തേർഡ് ടേം എത്രയാണ്? 38 പ്ലസ് ഈ 38നോടൊപ്പം വീണ്ടും 8 ആഡ് ചെയ്യും വിച്ച് ഇസ് ഈക്വൽ ടു 46 എന്ന് കിട്ടി. അതുപോലെ x4 ആണെങ്കിലോ ഈ 46നോടൊപ്പം വീണ്ടും 8 ആഡ് ചെയ്ത് 46 പ്ലസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 54. നെക്സ്റ്റ് 54 പ്ലസ് 8 x5 ഇസ് ഈക്വൽ ടു 54 പ്ലസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 62 എന്ന് കിട്ടി. ഇനി 62നോടൊപ്പം 8 ആഡ് ചെയ്ത് 70 ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്?
ഫസ്റ്റ് ടേം 30യും ഫസ്റ്റ് 6 ടേംസിന്റെ സം 300ഉം ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 38, തേർഡ് ടേം 46, ഫോർത്ത് ടേം 54, ഫിഫ്ത്ത് ടേം 62 ആൻഡ് സിക്സ്ത് ടേം 70. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ 4 സബ് ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 6th 7th വർക്കൗട്ട് ചെയ്യും.